അടിപൊളി നെമ്മീന് ഹെവി ഡ്രിഫ്റ്റർ. ഐസ് ഇറക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഐസിൽ മറ്റേ പൂഴ്ത്തി വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ ഐസ് മാറ്റിയിട്ട് മീനിനെ എടുത്ത് വെളിയിലിട്ടതാണ്. ടൈഗർ പ്രോൺസ് ആണോ അത്? എന്തോ കരിക്കാടി. ഇത് കണ്ടോ അതിൻ്റെ സ്കിന്നിൽ നിന്ന് കളറ് മാറുന്നുണ്ട്. സൂപ്പറായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അടുത്തൊരു എന്തിനാ വാങ്ങിച്ചോണ്ട് പോയത് ചെയ്യാതെച്ചാത് ഇതൊക്കെ ഒളിച്ചും പാത്തു വയ്ക്കാൻ അച്ഛൻ മാറ്റുള്ളൂ. Hey everyone, welcome back to Nix Mojo. അപ്പോ എല്ലാവരും സമയം എത്രയാണ് ഇപ്പൊ കാണിച്ചു തരാം. സമയം 4:30 ആയിട്ടുണ്ട്. അതിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ 4 മണിക്ക് അല്ല സോറി 3:30 എണീറ്റ് 4 മണിക്ക് 3 മണിക്ക് 3:30 ഞാനാണ് എണീറ്റത്. താമസിച്ച് എണീറ്റിട്ടാണ് വിഷമം. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് രാവിലെ പോകുന്നത്? താമസിച്ച് ഇറങ്ങി. ഓക്കെ, അപ്പോ നമ്മള് ഇന്നൊരു ഫിഷിങ്ങിന് പോവുകയാണ്. മീൻ മേടിക്കാൻ പോവുകയാണ്. മസനഗുഡി വഴി അല്ല മരിയനാട്. കാരണം നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഹാർബറിൽ പോയി ഇങ്ങനെ രാവിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ. അപ്പൊ അച്ഛ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മരിയനാട് പോയി രാവിലെ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ മേടിക്കാറുണ്ട്. അപ്പൊ അച്ഛന്ന് പോകാൻ വേണ്ടിയിരുന്നായിരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ നോട്ട് ദ പോയിന്റ്, എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നത് നമുക്കത് വ്ലോഗ് ആക്കിയാലോ, കുറച്ച് കഷ്ടപ്പെട്ടാലും രാവിലെ എണീറ്റ് നമ്മളും കൂടെ ഒന്ന് പോയാലോ. അപ്പൊ എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് പോവാണ്. കൂടെ കാഴ്ചകളെല്ലാം കണ്ട് പോവാം. മരിയനടുത്തി. ഇപ്പൊ എത്രയും സമയം 5:12. അപ്പൊ ഇത് മറ്റേ വിൻഡിയുടെ ഇതാണ്, വെബ്സൈറ്റാണ്. അപ്പം ഓൺലൈനായിട്ട് ഇത് എപ്പോഴും ഇങ്ങനെ കിടക്കും ഇവിടെ. ഇതിലറിയാൻ പറ്റും വിൻഡ്, ടെമ്പറേച്ചർ കണ്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. നമ്മുടെ ഫോണിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ ഫോണിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കടലിലൊക്കെ നമ്മൾ പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. നീ എന്താ വിചാരിക്കണം? അല്ല, ഞാൻ വിചാരിച്ചത് അത് മറ്റേ ഈ ആളുകൾ മീൻ പിടിച്ചോണ്ട് പറഞ്ഞ വള്ളത്തിന്റെ സമയമൊക്കെ എഴുതിയിരിക്കണം. എനിക്ക് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ നീ വേറെ വല്ലതും വിളിച്ച് പറയുമെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. അല്ല, എന്നാലും സാധാരണ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അങ്ങനെയല്ലേ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ ഫുള്ളാ ഇങ്ങനെ അപ്ഡേറ്റ് ആയ മീനടിച്ചോണ്ട് വെള്ളം പറഞ്ഞ. നമ്മുടെ ഫോണിലൊക്കെ ആണെങ്കിൽ ഇത് ചെയ്തിടുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. കാരണം ഇവള് തുണിയൊക്കെ ഉണക്കാൻ വേണ്ടി ഇടാൻ നേരത്തെ മുമ്പ് ചോദിക്കും മഴയുണ്ടോ ഇല്ല. നിധിയേട്ടൻ്റെ ഫോണിലെല്ലാം ഉണ്ട്. മറ്റേ ഫ്ലൈറ്റ് റഡാർ എൻ്റെ ഫ്ലൈറ്റ്. ഇതാണ് ആപ്ലിക്കേഷൻ, ആ റെഡ് കളറിലുള്ള. പിന്നെ ഇതേപോലത്തെ ആപ്ലിക്കേഷൻ ഇതൊരു വെതർ റഡാറാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അവിടെ കണ്ട അതേ മാപ്പ് തന്നെയാണ്. ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ഒരു ഇതിനെ പ്രൊമോട്ട് ചെയ്യണമല്ല, പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു ആപ്പാണ്. വെള്ളം ഇപ്പോൾ വരുമോ? അല്ല, മീനൊക്കെ എപ്പോഴാണ് എത്തുന്നത് സാധാരണ കാണാൻ വേണ്ടിയിട്ട്? വെളുക്കല്ലേ. ആ വെള്ളത്തിനകത്ത് എന്താണെന്ന് നോക്കാം. ഇത് മറ്റേ ഇതാണ് കൂന്തൽ. ഇതാണ് കൂന്തൽ. ഓ, മറ്റേ വള്ളിക്കൊഴിയാണെന്ന്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നമ്മളിവിടെ വന്നു നിന്നു, അവസരം തളർന്നു, പിന്നെ വണ്ടിയിൽ കയറി ഇരുന്നു. ബോട്ടും കരയ്ക്ക് അടുപ്പിച്ചില്ലായിരുന്നു അവരപ്പം. ഒരു 6:30-7 മണിയാകുമ്പോഴത്തേനും ഇവര് ഒന്ന് സജീവമായിട്ട് തുടങ്ങുള്ളൂ. 6:20 ആയതേ ഉള്ളൂ. ഇപ്പൊ നേരം വെളുത്ത് തുടങ്ങി. കാണാം.
ഈ സൈഡിൽ കുറെ ചേച്ചിമാരൊക്കെ മീൻ വെച്ചോണ്ടിരിപ്പുണ്ട്. ഇതിപ്പോ വന്നത് മീനൊക്കെ അവരെ സംഭവം നേരത്തെ കൊണ്ട് സെറ്റ് ചെയ്തുണ്ട്. താഴെ മത്തി സീഡിക്കാരൻ. ഇവിടെ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയി തുടങ്ങി. ഇതെന്താ മീനമ്മ? വാളയോ? തുപ്പുവാള, കൊഞ്ചുണ്ട്. ചെമ്മീൻ സീഡിക്കാരൻ. നവരയുണ്ട്. അവിടെ ചൂരയൊക്കെ എടുത്ത് വെക്കുന്നുണ്ടോ? ഇങ്ങനെ തിരിയാൻ നിങ്ങള് 300, ഞങ്ങള് 10. വലിയ ഞണ്ടുണ്ടോ അവിടെ? ചേട്ടാ ടൈഗർ പ്രോൺസ് ആണോ ചേട്ടോ? ടൈഗർ പ്രോൺസ് ആണോ അത്? എന്തോ കരിക്കാടി. കൂടുതൽ കിട്ടാൻ പാട്, പ്രോസസ് പാട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വേറെ തരം ഞണ്ടാണോ? അത് വലുത് വേറെയാണ്. മുട്ടയാണ് മുട്ട. ഓപ്പണിങ് വ്യത്യാസമുണ്ട്. എല്ലാം കെമിക്കലാണല്ലോ. നല്ല രീതിയിലുണ്ട്. പറയാൻ പറ്റൂല, കാരണം ഇതിപ്പോ വന്നതല്ലേ. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അവിടെ നമ്മൾ എന്തായാലും കയറി കണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായതെന്ന് വെച്ചാൽ ഇവിടെ ബോട്ടിൽ അങ്ങനെ അധികമൊന്നും മീനൊന്നും ഇറക്കിയിട്ടില്ല. പക്ഷെ എന്നാലും അവരുടെ പോഡിയത്തിൽ എന്തായാലും സാധനമുണ്ട്. അതെവിടെ നിന്ന് വന്നതെന്ന് മനസ്സിലായില്ല. പെട്ടെന്നൊരു ഇതിലാണ്. കാരണം നേരത്തെ ഒരു ഐസ് ഇറക്കുന്നതൊക്കെ കണ്ടായിരുന്നു. നമ്മൾ ഐസ് ഇറക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഐസിന് മറ്റേ പൂഴ്ത്തി വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ ഐസ് മാറ്റിയിട്ട് മീനിൻ്റെ അടുത്ത് വെളിയിലിട്ടതാണ്. അപ്പോൾ ഇന്നത്തെ വന്നിട്ടുണ്ട് കുറച്ച്. നമുക്കത് ഇവിടെ അന്നതായി ഫ്രഷ് മീനതായി ഇവിടെ നടക്കുന്നുണ്ട്. വേളാപ്പാര. വേളാപ്പാര അതോ കണവുണ്ട്. ഫ്രഷ് ഐറ്റം ഇപ്പോൾ വന്ന് കയറിയുള്ളൂ. മറ്റേ കട്ടിൽ ഫിഷാണ് കേട്ടോ. പിന്നെ ശരിക്കുള്ള പേരെന്തോന്ന് വെച്ച് കല്ലിക്കളർ. ഇത് കണ്ട അതിൻ്റെ സ്കിന്നിൻ്റെ കളറ് മാറുന്നുണ്ട്. സൂപ്പറായിട്ട് സാധനം. നിറഞ്ഞടക്കണം, ഇല്ല. ഇവിടെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ഇത് ഏത് മീൻ, ഇത് ഏത് മീൻ, ഇത് ഏതാണ്? അത് കണ്ടംപാല. ഇനി ഇത് സോറി, നമ്മൾ കറി വെച്ചതിന് ശേഷമേ കാണാറുള്ളൂ. വള്ളി കഴിയാണ്. അതായത് ഫുള്ള് ചൂര. ഈ ഭാഗം അത്രയും ലേലം നടക്കുന്ന ഏരിയയാണ്. അതായത് കടലിൽ നിന്ന് മീൻ കൊണ്ടുവന്ന് ഈ ബോട്ടിൽ വലിച്ചിവിടെ കൊണ്ടിടും. വലിക്കുന്ന മറ്റേ ട്രാക്ടറിലാണ്. രാവിലെ ഞാൻ കുറേ ഷൂട്ട് ചെയ്തായിരുന്നു. ആ സമയത്ത് കാണാൻ പറ്റില്ലായിരുന്നു. ഇത് ട്രാക്ടറിൽ കെട്ടി വലിച്ചാണ് ഈ കൊണ്ടുവന്ന് ഇവിടുന്ന് അവർ സെപ്പറേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ബിഡിങ് നടത്തും. ബിഡിങ് നടത്തി പിടിച്ചത് അപ്പുറത്ത് കൊണ്ടുവന്ന് ചിലതൊക്കെ ഡയറക്റ്റ് പോവും, ചിലതൊക്കെ ഇവിടുന്ന് സെയിൽ നടക്കും. ബസ്
ഹെവി ഡ്രിഫ്റ്റർ. സംഭവം ലേലം പറഞ്ഞുറപ്പിച്ചതാണ് ചാക്കിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണമല്ലോ എല്ലാവർക്കും. ഇതാണ് സംഭവം. എല്ലാരെയും പിടിക്കാം. ഓ അപ്പം എന്തൊക്കെയാ 600 രൂപ 600 രൂപ 600 600 രൂപ 600 600 രൂപ 600 600 രൂപ 600 സ്ലാത്തി മീന്, നെമ്മീന്, 600 രൂപ 600 600 രൂപ 600 600 രൂപ 600 രൂപ 600 രൂപ 600 രൂപ 600. ഇതെന്തോന്ന് മീൻ ചേച്ചി? ചോവ മീൻ. 2000 രൂപ 2000 രൂപ 2000 രൂപ 2000 രൂപ 2000 രൂപ 2000 രൂപ 2300 അച്ഛൻ നെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. എത്ര രൂപ വെച്ചാൽ 2000 അല്ലേ? എത്ര പറഞ്ഞേ? 2000. 2000 രൂപ. ഒരാളെവിടെ എന്തോ എന്താണ് എവിടെ വീഡിയോ എടുത്താ? പിന്നല്ലാതെ അയാള് തള്ളിക്കൊണ്ടിരുന്നില്ലേ? അടിപൊളി നെമ്മീന് 2000. എത്ര? 2000. ആ കുഴപ്പമില്ല. കുഴപ്പമില്ല. കൊള്ളാം അത് കേട്ടോ. ഹമ്മൂറാണോ? ഒരു വായി തുറന്നു കൊടുക്കണേ. അത് ക്ലാത്ത് അമൂർ കാണോ? അമൂർ അവിടെ കിടക്കും. എൻ്റെ വായിലുണ്ടോന്ന് പൂ. ആ ഇത് ഹമൂർ. ഹമൂർ അമ്പോ ഇതെന്തോ പാരയാണോ തോന്നുന്നു? വറ്റപ്പാര നെമ്മീൻ. ഇത് നെമ്മീൻ. ഒലവിയ. അപ്പൊ നമുക്ക് ഹമൂർ കാണാം. ഇതാണ് ഹമൂർ. അയ്യോ അതെ ഇപ്പൊ കൊണ്ടിട്ട ഹമൂർ. അപ്പൊ എൻ്റെ കൈയിൻ്റെ സൈസ് ഉണ്ടല്ലേ? നല്ല ചെറിയ മീനല്ലേ ലക്ഷ്യം? നമ്മൾ കഴിച്ചിട്ടുണ്ട്. കൊള്ളാം. ആ നല്ല മീനാണ്. നെമ്മീൻ. നെമ്മീനാണ്. ഓ അപ്പൊ നമുക്കിത് വച്ചിട്ട് വരാം. സോ നമ്മളെ മീനിനെ വണ്ടിക്കകത്ത് ലോഡ് ചെയ്ത് ഏത് ഐറ്റം ഇത് മുമ്പ് വാങ്ങിച്ച് മോത ആരെങ്കിലും ഉണ്ടോ ചോദിക്കേ? ചേട്ടാ ഇത് ഏത് മീനാ ചേട്ടാ? മോത. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ഇതെന്തോന്ന് മീൻ ചേച്ചി? ഈ ഓറഞ്ച് കളർ ചെമ്പല്ലിയാണോ? ഓ 1000 രൂപയ്ക്ക് വെളിയിലാണ്. അടിപൊളി. എന്തിനാ വാങ്ങിച്ചോണ്ട് പോയത്? അല്ല എവിടെ നോക്കട്ടെ. ഇതൊക്കെ ഒളിച്ചും പാത്തൊക്കെ അച്ഛൻ വാങ്ങിച്ചോളൂ. ഇത് ഫ്രഷ്. എത്ര രൂപ? 750. അപ്പോൾ ഗൈസ് നമ്മളിവിടുന്ന് മീനെല്ലാം നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇതൊക്കെയാണ് അടിപൊളിയാട്ടോ. ഇതൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇവിടെ ഒരു ഇതെന്ന് വെച്ചാൽ ഇവരോട് എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സാധാരണ വരുന്ന മീനിനേക്കാളും ഭയങ്കര കുറവാണെന്ന് പറയുന്നത്.
പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പൊ നിനക്ക് നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവർക്ക് ഭയങ്കര ഇവരുടെ കാര്യം അറിയാലോ, ഭയങ്കര കഷ്ടമാണ്. മഴ വന്നു കഴിഞ്ഞാൽ തീരാവുന്നതാണ് ഇവരുടെയൊക്കെ ലൈഫ്. എന്തായാലും കുറെ വെറൈറ്റി ആയിട്ടുള്ള മീനുകളെല്ലാം കണ്ട്. ഞാനും ആദ്യമായിട്ട് കാണുന്ന കുറെ മീനുകളുണ്ടായിരുന്നു. എല്ലാം കുറെ ആദ്യമായിട്ട് കാണുന്ന പേരുകൾ തമ്പാൻ, പിന്നെ ചെമ്മീനിൽ തന്നെ വേറെ പേരുള്ള വേറെ എന്തൊക്കെയോ ഒരു പേര്, അതിനിപ്പോ കേട്ട് നോക്കുമ്പോ ഞാൻ മറന്നു. കിട്ടാനൊക്കെ പാടാണെന്ന് പറയുന്നത്. അതെ അതെ. ഇത് മീനുകൾ വാങ്ങിക്കുമ്പോൾ നോക്കിയൊക്കെ വാങ്ങിക്കുക, കാരണം ഓൾറെഡി ഉണ്ടായിരുന്ന മീനുകളുണ്ട്, ഫ്രഷ് ഉണ്ട്. അപ്പൊ വാങ്ങിക്കുമ്പോൾ അതെ അതെ നമ്മള് അയലയും നെമ്മീനും വാങ്ങിച്ചിട്ടുണ്ട്. നിധിയേട്ടന്റെ ഫേവറേറ്റ് ആണ്. അതെ, എന്റെ ഫേവറേറ്റ് ആണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. Till then, Sri Lakshmi and Nitin Mohan signing off from Next Mojo. Bye bye.